ഇതുപോലെ ഒരുത്തനും ഇവിടെ ഇരിപ്പുണ്ട്, ഒരു തെഹൽക്ക സാമുവൽ എന്നും പറഞ്ഞിട്ട്. നിങ്ങൾ അറിയോ എന്നുള്ള അറിയില്ല, എന്തോ മാത്യു സാമുവൽ എന്നാണ് അവൻ്റെ പേര്. അറിയാം. ഈ മനുഷ്യൻ്റെ ഇന്നലെ ഞാൻ കണ്ടു 5 റഫാൽ വിമാനങ്ങൾ അടിച്ചിട്ടതിന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വീട്ടിലെ അമ്മ മരിച്ചിട്ടുള്ള സങ്കടത്തോടു കൂടി പറയുന്ന പോലെയാണ്. നല്ല അഭിനയമൊക്കെയായിരുന്നു. അങ്ങനെ ഒരു ചാനൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആദ്യം കാണുന്ന അക്കൗണ്ട് നമ്പറാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുകയാണ്. പിന്നീട് ഞാൻ ഇയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ട് സംഘടിച്ചു. അവരെനിക്ക് കുറേ പ്രൂഫുകൾ തന്നു. സച്ച് എ ഫ്രോഡ് മാൻ ഹീസ്. മോഹൻലാലിനെ എത്ര വിളിക്കുന്നുണ്ട്, ദുൽഖർ സൽമാനെ മറ്റേ ജിഹാദിയാക്കിയിട്ട് സംസാരിച്ചു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് എല്ലാം എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഇപ്പം ഞാൻ അവൻ്റെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം? അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് ഡൽഹിയിലൊക്കെ കിടന്ന് കറങ്ങുമായിരുന്നു. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ഈ വ്യക്തി ഒരു തേജ്പാൽ, തരുൺ തേജ്പാൽ എന്ന് പറയുന്നത്, അദ്ദേഹം തെഹൽക്കയുടെ മുൻ എഡിറ്റർ ആയിരുന്നല്ലോ. എക്സാക്ട്ലി. ആ വ്യക്തിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുള്ള വ്യക്തി ഇവനാണ്. അപ്പം സ്വഭാവം ഇതാണ്. എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെയൊക്കെ വെച്ച് യൂസ് ചെയ്യുക. ആ ആളിരുന്നിട്ട് ഇന്നലെ ഒരു ആൻറ്റി നാഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. 5 റഫാൽ വിമാനങ്ങൾ തകർത്ത് വിട്ടു, എന്താ ഇന്ത്യക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വീട്ടിലെ അമ്മ മരിച്ചിട്ടിരിക്കുന്ന ഒരു ശോകഭാവത്തിലൊക്കെയാണ് പറയുന്നത്.